സുഹൃത്തുക്കളെ, ഇന്ന് വിശുദ്ധ ശനി, ഹോളി സാറ്റർഡേ എന്നറിയപ്പെടുന്ന ദിവസമാണ്. ഇതിനെ വലിയ ശനിയെന്നും ദുഃഖ ശനിയും എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇന്നലെ നമ്മൾ കുരിശുമരണവും അതിനോടനുബന്ധിച്ച സംഭവങ്ങളും വികാസങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞത്. ഇന്ന് നമുക്ക് പറയാനുള്ളത് യേശുവിൻ്റെ ശവമടക്കും അങ്ങനെയുള്ള കാര്യങ്ങളുമാണ്. അന്ന് ഒരുക്കനാളും ആ ശബത്തുനാൾ വലിയതും കൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ചു അവരുടെ കാലൊടിച്ച് എടുപ്പിക്കണമെന്ന് യഹൂദർ പിലാത്തോസിനോട് അപേക്ഷിച്ചു. ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമന്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാലൊടിച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്നു അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവന്റെ കാലൊടിച്ചില്ല. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്യയിലെ യോസഫ് യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കിയാൽ അവൻ വന്നു അവന്റെ ശരീരം എടുത്തുകൊണ്ടുപോയി. നിക്കോദമസും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. നിക്കോദമസ് ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നിരുന്നു. അവർ യേശുവിന്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞു കെട്ടി. അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപമാകെ കൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പിലാത്തോസിന്റെ അടുക്കൽ ചെന്നു. യജമാനനെ, യേശു ജീവനോടെ ഇരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു ഇപ്പോൾ. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തിനോട് പറയുകയും ചെയ്യും. അതുകൊണ്ട് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പിക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽ കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവിൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു കാവൽ കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ഇത്രയുമാണ് വിശുദ്ധ ശനിയെ പറ്റിയിട്ട് പറയാനുള്ളത്. നാളെയാണ് ഇനി നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പും നമ്മുടെ അതായത് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അത് റിസറക്ഷൻ, അതായത് ഹോപ്പ്. എന്ത് കഷ്ട അനുഭവങ്ങളിൽ നിന്നും നമ്മൾക്ക് ഒരു ഉയർപ്പുണ്ടാകും. നമ്മുടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു വിടുതൽ, അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ഒരു ഉയർപ്പ്, നമ്മുടെ എന്നും വീണ് കിടക്കില്ല. എപ്പോഴും ദൈവം നമ്മളെ ശിക്ഷിച്ചുകൊണ്ടേയിരിക്കില്ല. ദൈവത്തിന്റെ ദയയുള്ള ദൈവം നമ്മൾക്ക് ഈസ് വെരി മേഴ്സിഫുൾ എന്നാണല്ലോ. നമ്മൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ദയ നമ്മൾക്ക് കാണിച്ചു തരും. ദയയും കരുണയുള്ളവനായ യഹോവയായ ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ.